ഹായ് ഹലോ നമസ്കാരം. ശക്തി ഗാർഡനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ കുറച്ച് ചെടി ഒന്ന് പരിചയപ്പെടാമേ. ഇതൊക്കെ നമ്മുടെ കുറച്ച് റെഡ് സ്റ്റാർഡസ്റ്റാണ്. കുറച്ച് പേര് നമ്മളോട് റെഡിൻ്റെ സ്റ്റാർഡസ്റ്റിൻ്റെ കുറച്ചുകൂടെ ഇറക്കുമെന്ന് ചോദിച്ചിരുന്നു കേട്ടോ. അത് കുറച്ചധികം വന്നിട്ടുണ്ട്. അപ്പോൾ ആർക്കെങ്കിലും വേണമെങ്കിൽ പറയണം കേട്ടോ. പിന്നെ പിങ്ക് ക്യാബേജ്, അത് നമ്മൾ ഇനി 3 ചെടി കൂടിയേ ഉള്ളൂ കേട്ടോ. അത് ബാക്കിയെല്ലാം തീർന്നു. 3 പിങ്ക് ക്യാബേജ് ഇട്ടുണ്ട്. ആർക്കെങ്കിലും വേണമെങ്കിൽ പറയാം. അതിലൊരെണ്ണം സെയിലായിരിക്കുന്നതാണ്. ഇനിയിപ്പോൾ 2 പിങ്ക് ക്യാബേജ് ഇടേ ഉള്ളൂ. പിന്നെ നമുക്ക് ഉള്ളത് ഏതാണ്? ഫ്രോസൺ കിട്ടുന്നവർ, അതുപോലെയുള്ള പ്ലാന്റ്സ് കിട്ടുന്നവർ ദയവ് ചെയ്തതുണ്ട്. ഈ ഭാഗം ഉണ്ടല്ലോ, ഇവിടുന്ന് ഇത്രയും വലിപ്പമുണ്ട്. ഇത് മണ്ണിൽ നിൽക്കുന്നതാണ്. ഇത്തിട്ടം വെച്ചിട്ട് കട്ട് ചെയ്ത് പിടിപ്പിക്കണം കേട്ടോ. ഇനിയിപ്പോൾ ഫ്രോസണൊക്കെ അതിൻ്റെ ലഭ്യത കുറഞ്ഞ് വന്നുകൊണ്ടിരിക്കുക. അപ്പോൾ ഉള്ളവർ കട്ട് ചെയ്ത് നല്ല പുതിയ പ്ലാന്റ്സിനെ റെഡിയാക്കി എടുക്കണം കേട്ടോ. ഇത് ലെക്സബാണ്. ലെക്സബിൻ്റെ നല്ല ബുഷി പോട്ട്, നല്ല ഹെൽത്തി ആയിട്ടുള്ള വലിയ പ്ലാന്റാണ് വന്നിരിക്കുന്നത്. ലെക്സബുണ്ട്. ഓക്കെ, അപ്പോൾ ഈ പ്ലാന്റ്സൊക്കെ നിങ്ങൾക്ക് ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ പറയണേ. പിന്നെ ഇങ്ങോട്ട് വന്നാൽ നമുക്ക് സൺസ്റ്റാറിൻ്റെ മദർ പ്ലാന്റും 24ൻ്റെ മദർ പ്ലാന്റും ഒക്കെയാണ് ഇരിക്കുന്നത് കേട്ടോ. ആർക്കെങ്കിലുമൊക്കെ ആവശ്യമുണ്ടെങ്കിൽ മെസ്സേജ് ചെയ്യുക. 24ൻ്റെയൊക്കെ നല്ല കിടുക്കാച്ച് പ്ലാന്റ്സ് ആയിരിക്കുന്നത്. ഇതൊക്കെ മദർ പ്ലാന്റ് കേട്ടോ. അപ്പോൾ നമ്മുടെ നമ്പർ അറിയാമല്ലോ, 8848296441 മെസ്സേജ് ചെയ്യണം കേട്ടോ. കുറച്ചുകൂടെ അടുത്ത് പിടിച്ച് കാണാം, അപ്പോൾ നിങ്ങൾക്ക് ഒന്നുകൂടെ വ്യക്തമാവുമല്ലോ. ഇത് സൺസ്റ്റാറിന് നല്ലൊരു മദർ പ്ലാന്റ് കേട്ടോ. സൺസ്റ്റാറിൻ്റെ നല്ല പ്ലാന്റാണിത്. 24ൻ്റെ ഉള്ളൊരു പ്രത്യേകത കണ്ടോ, ഈ റെഡ് കൂടുതൽ വരുന്നതിന് ഇവർ സെല്ലേഴ്സ് നമുക്ക് കിട്ടുമ്പോൾ അവർ പറഞ്ഞ് 24 കുറച്ച് നിറം, അതായത് ഈ കുറച്ച് തണുപ്പത്ത് ഈ വെയിലൊന്നും അധികം കിട്ടാത്ത സ്ഥലത്ത് വെക്കുന്നതാണെങ്കിൽ ഇത് കണ്ടോ, ഇത് ശരിക്കും 24 തന്നെയാണ്. പക്ഷേ ഇതിനൊരു ഗ്രീൻ ഷെയ്ഡ് കൂടുതലുള്ളതുകൊണ്ട് അവർ ഇതിനെ 10 ക്യാരറ്റ് എന്ന് പറയും. 10 ക്യാരറ്റ് നീനെ പറയും കേട്ടോ. അത്രയേ ഉള്ളൂ. പിന്നെ 9 ക്യാരറ്റ് എന്നും ചിലർ പറയും. പക്ഷേ 9 ക്യാരറ്റും 10 ക്യാരറ്റും 24ൻ്റെ ഒക്കെ വ്യത്യാസം ഞാൻ കഴിഞ്ഞൊരു വീഡിയോ നിങ്ങളെ കാണിച്ചതാണ് അല്ലേ. നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമല്ലോ. അത്രയ്ക്കത്രയുള്ള വ്യത്യാസങ്ങളേ ഉള്ളൂ. നിറം കൂടിയതായതുകൊണ്ട് ഇവരിതിന് 24 എന്ന് പറയുന്നത് കേട്ടോ. ഇതാ ഇത് കണ്ടോ. അപ്പം നിങ്ങൾക്ക് ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ പറയണേ കേട്ടോ. ഈ നമ്പർ അറിയാമല്ലോ എല്ലാവർക്കും, പറയണം. പിന്നെ നമുക്ക് റെഡ് വൈൻ്റെ ഒക്കെ പ്ലാന്റ്സ് കുറേ പേര് ചോദിക്കുന്നുണ്ട്. പക്ഷെ സിംഗിൾ പീസ് കൊടുക്കാനായിട്ട് എൻ്റെ കയ്യിൽ വേറെ ഇല്ല. അപ്പം ഞാൻ ആലോചിച്ചിട്ട് ഇതിന് സ്പ്ലിറ്റ് ചെയ്താർക്ക് നമുക്ക് നോക്കാമെന്ന് വിചാരിക്കുന്നു. കുറേ അധികം പേര് ചോദിക്കുന്നുണ്ട്. റേറ്റുള്ള പ്ലാന്റ്സിന് ഈ കുഞ്ഞു പ്ലാന്റ്സ് വന്നിട്ടുണ്ട്, ദയവായിട്ട് തരുമോ എന്ന് ചോദിക്കുന്നു. നമുക്ക് പരിഗണിക്കാം കേട്ടോ. പിന്നെ ഓറഞ്ച് സ്റ്റാർഡസ്റ്റിൻ്റെ എനിക്ക് യാതൊരു തരത്തിലും നിങ്ങളിലേക്ക് റേറ്റ് കുറച്ച് എത്തിക്കാൻ പറ്റുന്നില്ല. ഇതൊക്കെ ഇതിൻ്റെ റേറ്റൊക്കെ എന്താ വെച്ചാൽ 1200 രൂപയിലാണ് ഇത് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇത് ഞാൻ ഇങ്ങനെ ഇതിന് ബേബി പ്ലാന്റ്സ് ഒന്നും വന്നിട്ടുള്ളതല്ല. ഇത് നമ്മൾ എങ്ങനെ മറ്റൊരാൾക്കപ്പോൾ സെയിൽ ചെയ്യും? കുറഞ്ഞ റേറ്റിൽ പ്ലാന്റ് ഇല്ല, അതുകൊണ്ടാണ് കേട്ടോ. കുങ്കും അതുപോലെ ചോദിക്കുന്നൊരു പ്ലാന്റാണ്. കുങ്കുമിനെ നമുക്ക് സ്പ്ലിറ്റ് ചെയ്തെടുക്കാം ഉണ്ട് കേട്ടോ. ആർക്കെങ്കിലും അങ്ങനെ ആവശ്യമുണ്ടെങ്കിൽ നമുക്ക് സ്പ്ലിറ്റ് ചെയ്തെടുക്കാം. അത് 2-3 ഷൂട്ടൊക്കെ ഉള്ളതാണ് കേട്ടോ. അത് നമുക്ക് ഉറപ്പായിട്ടും സ്പ്ലിറ്റ് ചെയ്ത് ഞാൻ നിങ്ങൾക്ക് തരാം. ഇതാ കണ്ടോ, അങ്ങനെ എടുക്കാം കേട്ടോ. ഇതൊക്കെ പിടിച്ച് കിട്ടുന്ന പ്ലാന്റ്സ് ആണേ. ഇത് ലെഗസി, വൈറ്റ് ലെഗസി, ഇപ്പോൾ കാണുന്ന ഗ്രീൻ ലെഗസി. പിന്നെ നിങ്ങളോടൊക്കെ സംസാരിച്ചതിന് ഞാൻ മനസ്സിലാക്കിയത്, നിങ്ങളൊക്കെ ഈ പ്ലാന്റ്സ് നടുമ്പോൾ ഉറപ്പായിട്ട് നിങ്ങൾ കുറച്ച് പേര് കരിയില ചേർക്കുന്നുണ്ടെന്ന് പറഞ്ഞു. കരിയില ഒരു കാരണവശാലും ചേർക്കരുത് കേട്ടോ. കരിയില നമ്മുടെ ചെടികൾ നശിച്ചു പോകത്തേ ഉള്ളൂ. കാരണം ഈ ചെടികളിലേക്ക് നമ്മൾ കൊടുക്കുന്ന വെള്ളവും ഇതെല്ലാം കൂടെ നന്നായിട്ട് പൗഡർ പോലെ അല്ലാത്ത കരിയില ഇട്ട് കഴിഞ്ഞാൽ ഈ വെള്ളവും മണ്ണും ഇതെല്ലാം കൂടെ ചെന്ന് കഴിയുമ്പോൾ ഇത് കട്ട പോലെ ആവും. നമ്മുടെ ഗോതമ്പ് മാവൊക്കെ ഒരു ടീച്ചർ വെള്ളം കൂടി എങ്ങനെ ഇരിക്കില്ല, കട്ട പോലെ ഇല്ലേ, അതിൽ കട്ടയിലാവത്തേ ഉള്ളൂ. എന്നിട്ട് ഈ കൊടുക്കുന്ന വെള്ളമെല്ലാം ഇത് അബ്സോർബ് ചെയ്തിട്ട് ഇത് അഴുകും. ഇത് അതിനകത്തിരുന്ന് അഴുകിയിട്ട് നമ്മുടെ ചെടിയുടെ ഈ ചെറിയ വേരുകളെല്ലാം ഈ അഴുകൽ കയറും. പിന്നെ മെല്ലെ ഈ ചെടികൾ അഴുകി പോരും കേട്ടോ. അതുകൊണ്ട് കരിയില അധികം ആരും ചേർക്കാതിരിക്കുകയാണ് നല്ലത്. ഇതിൻ്റെ പോട്ടി മിക്സ് എന്ന് പറഞ്ഞാൽ മണലാണ് ശരിക്കും വേണ്ടത്. മണലില്ല എങ്കിൽ നമ്മുടെ മുറ്റത്തുള്ള മണ്ണ് മേൽമണ്ണില്ലേ, അത് കൂട്ടി എടുത്തിട്ട് അതിനകത്ത് കുറച്ച് പെർലൈറ്റോ വെർമിക്കുലേറ്റോ എന്തെങ്കിലും, അല്ലെങ്കിൽ ഉമി കിട്ടിയാൽ അതും നല്ലതാണ്. ഉമിയും സാഫും എല്ലാം കൂടി ഇട്ട്
നട്ടാൽ മതി കേട്ടോ. അങ്ങനെയാണെങ്കിലും പിടിക്കും. പക്ഷെ കരിയില ചേർത്താൽ നമുക്ക് അത് ചെയ്യാൻ സാധ്യത വളരെ കൂടുതലാണ്. പിന്നെ വേറെന്താണ്, ഇത്രയൊക്കെ പ്ലാന്റ്സാണ് നമ്മുടെ കയ്യിൽ ഇപ്പോൾ ഉള്ളത്. ഇതൊക്കെ നിങ്ങൾ നേരത്തെ കണ്ടിട്ടുള്ള പ്ലാന്റ്സൊക്കെ കേട്ടോ. എന്നാലും കുറേ പേരിങ്ങനെ ചേച്ചി പുതിയ പ്ലാന്റ്സ് എന്തെങ്കിലും ഉണ്ടോ, ഒന്ന് വീഡിയോ ഇടൂ എന്ന് പറഞ്ഞു. അപ്പം ഞാൻ എൻ്റെ കയ്യിൽ വേറെ ചെടികളൊന്നും വന്നിട്ടില്ല. ഇപ്പോൾ ഉള്ള ചെടികളുടെ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇടാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ ഈ ചെടികൾ ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ പറയുക. നമ്മുടെ നമ്പർ 8848296441 ആണ്. ഇതിലേക്ക് നിങ്ങൾ മെസ്സേജ് ചെയ്യണം. പിന്നെ റെഡ് വെറൈറ്റി ഒരുപാട് പേരുടെ അഴുകുന്നു എന്നൊരു കംപ്ലൈൻറ്റ് പറഞ്ഞു. അത് അഴുകുന്നതിന് നോക്കൂ, നിങ്ങളുടെ കയ്യിലുള്ള പോലത്തെ തന്നെ റെഡ് വെറൈറ്റി ആദ്യം ഞാൻ നട്ടതാണ്. അഴുകി പോയിട്ട് പിന്നീട് കിളുത്ത് തന്നു. ഇപ്പം വേറൊരു കുഞ്ഞു പ്ലാന്റ് കൂടെ അത് പിടിച്ചു വരുന്നുണ്ട്. റെഡ് വെറൈറ്റി ആദ്യം ഒന്ന് അഴുകിപ്പോയാൽ ഉറപ്പായിട്ടും അത് പൊട്ടി മുളച്ചു വരും കേട്ടോ. അതിനകത്ത് ഒരു ടെൻഷനും വേണ്ട. പക്ഷേ അഴുകുന്നു എന്ന് കണ്ടാൽ നിങ്ങൾ ചെയ്യേണ്ടത് ആ സമയത്ത്, ആ അഴുകുന്നു എന്ന് തോന്നുന്ന സമയത്തുള്ള പോട്ടിംഗ് മിക്സിൽ നിന്ന് ഈ ചെടിയെ എടുക്കുക. വേറെ ഡ്രൈ ആയിട്ടൊരു പോട്ടി മിക്സ് ഉണ്ടാക്കുക. എന്നിട്ട് അതിലേക്ക് ഈ ചെടി ഇറക്കി വെക്കുക. ഒരു കാരണവശാലും ആ സമയത്ത് പൊട്ടിയ സമയത്ത് വെള്ളത്തിൻ്റെ അംശം പോലും ആ ചെടിയെ കാണിക്കരുത്. ഒരാഴ്ച അങ്ങനെ വെച്ചിട്ട് വേണം പിന്നെ വെള്ളം കൊടുക്കാൻ. അങ്ങനെ ചെയ്താൽ തീർച്ചയായിട്ടും നമ്മുടെ ചെടി രക്ഷപ്പെട്ടു വരും കേട്ടോ. പിന്നെ DAP 19-19 അതൊക്കെ നമ്മൾ കൊടുക്കുക. അത് അളവ് കുറച്ച് വെള്ളം കൂട്ടി അതിന് ചെടിക്ക് കൊടുക്കുക. പിന്നെന്താണ്, വേറൊരു സംഭവം ഉണ്ടല്ലോ, എപ്സം സോൾട്ട്. അത് ഇടയ്ക്ക് നമ്മൾ കലക്കിയിട്ട് നമ്മുടെ ചെടിയുടെ ചുവട്ടിൽ ഒഴിച്ചു കൊടുക്കണം കേട്ടോ. കാരണം നമ്മുടെ മണ്ണിന് എന്തെങ്കിലുമൊക്കെ നമ്മുടെ ചെടിക്ക് പറ്റാത്തതായിട്ടുള്ള എന്തെങ്കിലും സംഭവങ്ങളുണ്ടെങ്കിൽ അതിനെ നമ്മുടെ ചെടിക്ക് ആവശ്യമുള്ള തരത്തിലേക്ക് മാറ്റി കൊണ്ടുവരാൻ കഴിവുള്ള സംഭവമാണ് എപ്സം സാൾട്ട്. ഓക്കെ. അപ്പോൾ ഇത്രയൊക്കെയുള്ള വിശേഷങ്ങൾ. കഴിഞ്ഞൊരു വീഡിയോയിൽ ശരിക്കും ആ വീഡിയോ സ്കോർ ചെയ്തത് നമ്മുടെ അമ്മൂമ്മയാണല്ലേ. ഒരുപാട് പേര് വാട്സപ്പിൽ എനിക്ക് മെസ്സേജ് ചെയ്തത്, എൻ്റെ പൊന്നോ ഇതെവിടെ ചെന്ന് തപ്പിയെടുത്തു എന്ന് ചോദിച്ചു കേട്ടോ. അതെനിക്ക് ഞാൻ പറഞ്ഞില്ലേ, എൻ്റെ ഇന്ന് ചെടി വാങ്ങിച്ചിട്ടുള്ള ഒരു ചെടി മായ എന്ന് പറയുന്ന ഒരാളാണ് എനിക്ക് പുള്ളിക്കാരത്തി ആ വീഡിയോ അമ്മ ഇങ്ങനെ നിൽക്കുന്ന കണ്ടപ്പോൾ ഇഷ്ടം തോന്നി. പുള്ളി അവർക്ക് ജസ്റ്റ് അവരിന്ന് വീഡിയോ കൊച്ചുമോൾ എടുത്ത് വെച്ചതാണ്. പിന്നെ അത് എനിക്ക് അയച്ചു തന്നേ ഉള്ളൂ. അങ്ങനെ ഒരുപാട് പേരിലേക്ക് നമ്മുടെ വീഡിയോ എത്തുന്നു എന്നറിഞ്ഞതിൽ ഒരുപാട് സന്തോഷം. നിങ്ങൾ ആ വീഡിയോ ഒക്കെ കാണുന്നു, അത് ഏറ്റെടുക്കുന്നു, ഇങ്ങനെയൊക്കെ പറഞ്ഞ്. പിന്നെ കമൻസ് എനിക്ക് ഒരുപാട് പേരെന്നെ മെസ്സേജ് ചെയ്യും, വാട്സപ്പിൽ ചെയ്യും, ചേച്ചി ഇന്ന കാര്യങ്ങൾ ചെയ്യൂ. ഒരാൾ ഇന്ന് വിളിച്ചിട്ട് പറഞ്ഞു ചെടിയുടെ ലീഫൊക്കെ നന്നായിട്ട് തുടച്ച് ആണല്ലോ ഒന്നുകൂടെ ഭംഗിയുണ്ടാവും എന്നൊരു സജഷൻ പറഞ്ഞു. പിന്നെ വീഡിയോ ചെയ്യുമ്പോൾ ചേച്ചി ഉറപ്പായിട്ടും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം എന്ന് പറയണം എന്നൊരു സജഷൻ പറഞ്ഞു. അങ്ങനെ ഒരുപാട് സജഷൻസ്. അങ്ങനെ ചെയ്താൽ നന്നാവും ചേച്ചി, അത് ചെയ്യൂ എന്ന് പറഞ്ഞു. ഇത് കണ്ടോ നിങ്ങൾ, ഇപ്പോൾ 24 ക്യാരറ്റിൻ്റെ ഒരു നല്ല പ്ലാന്റായിരുന്നു. ഇന്ന് ഇവിടെ ഒരാൾ നമുക്കിവിടെ ചെടി വാങ്ങിക്കാൻ വന്നു കേട്ടോ. അന്നേരം ഈ ചട്ടി ഇങ്ങോട്ട് എടുത്തിട്ട് ചെടി പിടിച്ചൊരു അങ്ങ് പിഴുതതാ കണ്ട. അവിടെ വെച്ചിട്ട് ആ മണ്ണിൻ്റെ പകുതി ഭാഗം മണ്ണിലും പകുതി ഭാഗം ഒടിഞ്ഞും പോയി കണ്ട. പോട്ടെ, നട്ട് വെച്ച കിളുക്കുന്നതാണ്. അതുകൊണ്ട് പിന്നെ അപ്പോൾ പോട്ടെ, സാരമില്ല. അത് നട്ട് വെച്ച കിളുക്കും. ഒരു കൊച്ചു കുഞ്ഞായിരുന്നു, നമുക്ക് കൊച്ചുകുട്ടി. അതിൻ്റെ ഒരു കൗതുകം കൊണ്ട് അവൾ ചെയ്തതാണ്. ആ ചെടി താഴെ ഇരുന്നതാണ്. അപ്പോൾ ആ ചെടി കണ്ടപ്പോൾ എന്തോ അവൾക്കൊരു കൗതുകം തോന്നി. അപ്പോൾ എന്നോട് ചോദിച്ചു, ഈ ചെടി ആൻറ്റി ഈ ചെടി ഞാൻ എടുത്തോട്ടെ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞാൽ എടുത്തോ എന്ന് പറഞ്ഞു. എടുത്തോന്ന് പറഞ്ഞപ്പോൾ ഞാൻ ഉദ്ദേശിച്ച ചെടി വേണമെന്നാണ് ഉദ്ദേശിച്ചത്. പക്ഷേ ഉദ്ദേശിച്ച പിഴുന്ന കാര്യമാണ്. അവൾ പിടിച്ച് വലിച്ചതാണ്, അതങ്ങ് ഒടിഞ്ഞു പോയി. പോട്ടെ, സാരമില്ല. വേറെന്തൊക്കെയാണ്, നമ്മളൊരു കോംബോ ഓഫർ ചെയ്യണമെന്ന് വിചാരിക്കുന്നുണ്ട്. ചെടികളൊന്നും നമുക്ക് അതിനുള്ളത് അങ്ങോട്ട് സെറ്റായിട്ടില്ല. ആകട്ടെ, അപ്പം നമുക്ക് പരമാവധി വില കുറച്ച് എണ്ണം കൂട്ടി നിങ്ങളിലേക്ക് ഞാൻ ചെടികൾ എത്തിക്കാം കേട്ടോ. ഇത്രയൊക്കെയാണ് നമ്മുടെ വിശേഷങ്ങൾ. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിശ്വസിക്കുന്നു. എല്ലാവരും എൻ്റെ വീഡിയോ കണ്ട് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബും ചെയ്യണം കേട്ടോ, മറക്കരുത്. ഓക്കെ. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണുമ്പോഴേക്കും എല്ലാവർക്കും നന്ദി, നമസ്കാരം.